ഏറ്റവും ശക്തമായ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നത് മകൻ്റെ കാര്യത്തിലാണ്. അതൊരു പക്ഷേ ഞങ്ങൾക്ക് വായനക്കാർക്ക് പോലും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമായിരുന്നില്ല. വായിച്ചു പോകുമ്പോൾ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കൂടി പറ്റില്ല. കാര്യം അത്ര വലിയൊരു ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരു കൊലപാതകയോ ഒന്നും ആയിരുന്നില്ല. ഒരു വിവാദം ഉണ്ടായി, അത് ഒരു വിഭാഗം മതനിന്ദകനെന്ന് വിളിച്ചു, പിന്നെ മാറി നിൽക്കേണ്ടി വന്നു. പക്ഷെ അതിൻ്റെ പേരിൽ മകനെ കൊണ്ടുപോവുക, 3 ദിവസത്തോളം ഭേദ്യം ചെയ്യുക, അതായത് യാതൊരുവിധ കസ്റ്റഡിയെന്നോ ഒന്നും പറയാതെ പൂർണ്ണമായും നിയമവിരുദ്ധമായി, അതും 3-ാം മുറ ഉപയോഗിച്ചു എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരന് അത്രയും വലിയൊരു യാതനകൾ നേരിടേണ്ടി വന്നു. അത് സാർ അതിനെതിരെ പിന്നെ ഒന്നും എനിക്ക് തോന്നുന്ന അതിനെതിരെ കേസൊന്നും കൊടുത്തില്ല എന്ന് തോന്നുന്നു. അത് ഞാൻ വായിച്ചില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പോകാഞ്ഞത്? അത് ഞാൻ ഒളിവിലായിരുന്ന സമയത്ത് നടന്നതാണ്. എന്നെ കിട്ടാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ എൻ്റെ മകനെയും അതുപോലെ തന്നെ എൻ്റെ ഭാര്യ സഹോദരനെയും ഒക്കെ അന്യായമായിട്ട് തടങ്കലിൽ വെച്ചവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ പീഡിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എൻ്റെ ഒളിവ് ജീവിതം മറ്റു കാര്യങ്ങളുമൊക്കെ എഴുതുന്നത് ഒരു നിസ്സംഗതയോടെയാണെന്ന് വന്നാലും ഈ മകനെ പീഡിപ്പിച്ച കാര്യങ്ങളൊക്കെ പുസ്തകത്തിൽ വർണ്ണിക്കുമ്പോൾ എനിക്ക് ഒരു പിതാവിൻ്റേതായിട്ടുള്ള ഒരു മനസ്സ് എനിക്കവിടെ എഴുത്തിൽ പ്രകടിപ്പിക്കാതിരിക്കാൻ സാധിച്ചില്ല. അത് സ്വാഭാവികമായിട്ട് വന്നതാണ്. ഏതായാലും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വിടുന്ന ആ ദിവസം തന്നെ മകൻ തന്നെ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി കൊടുത്തതാണ്. അപ്പോൾ ശരിക്കും ഷിൻഡോ പി കുര്യൻ എന്ന് പറയുന്ന കൂടുതൽ മർദ്ദിച്ച അവിടുത്തെ SHO ആയിരുന്ന SI ഷിൻഡോ പി കുര്യൻ്റെ പേരിലാണ് കൊടുത്തത്. അത് മനുഷ്യാവകാശ കമ്മീഷൻ പിന്നീട് അത് ഹിയറിംഗ് വന്നപ്പോൾ കമ്മീഷന് മുമ്പാകെ പീഡാനുഭവങ്ങൾ വിവരിച്ചപ്പോൾ അതിൽ DSP ആയിരുന്ന കുര്യാക്കോസിൻ്റെയും പേര് വന്നു. അപ്പോൾ കുര്യാക്കോസ് അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതുകൊണ്ട് കുര്യാക്കോസിൻ്റെ പേരിൽ നോട്ടീസ് അയച്ച് അദ്ദേഹത്തെ പ്രതിയാക്കിയത് മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പോൾ ആ തെളിവെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഈ 2 ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കുറ്റം കണ്ടെത്തി. ശാരീരികമായിട്ട് ഉപദ്രവിച്ചു എന്നുള്ളതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ ഹാജരാക്കിയതാണ്. മോൻ കിടന്നിരുന്ന ഇടുക്കി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് പിന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റൊക്കെ കിട്ടുകയും അതുകൊണ്ടൊന്ന് ഇതിൽ ഹാജരാക്കുകയും ചെയ്തു. പക്ഷേ കമ്മീഷൻ വിളിപ്പിച്ചപ്പോൾ, നോട്ടീസ് സമൻസ് അയച്ച് വിളിപ്പിച്ചപ്പോൾ ഈ പറയുന്ന ഡോക്ടർ വന്ന് സാക്ഷി പറയാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ദേഹോദ്രവം ഏൽപ്പിച്ചു എന്നുള്ളതിന് സാക്ഷിയില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന സംഭവത്തിൽ പോലീസുകാർ സാക്ഷി പറയില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്നാലും അന്യായമായിട്ട് കസ്റ്റഡിയിൽ വെക്കുകയും പൗരാവകാശത്തെ നിഹനിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ മനുഷ്യാവകാശ ധ്വംസനം നടന്നിട്ടുണ്ട് എന്നുള്ളതിന് പേരിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി ഇവർക്ക് 25,000 രൂപ ഫൈൻ ഈടാക്കി. 2 പേരുടെയും ശമ്പളത്തിൽ നിന്ന് അത് പിടിക്കണം. അതുകൂടാതെ വകുപ്പ് തല നടപടികളെടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷൻ അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്തിരുന്നോ? വകുപ്പ് തല നടപടികൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഒരു കുഴപ്പമാണ്, അവർക്കൊന്ന് റെക്കമെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒരു വിധി പോലെ നടപ്പാക്കണമെന്ന് ഗവൺമെൻറ്റിനോട് പറയാൻ പറ്റില്ല. ഗവൺമെൻറ് അതൊന്നും ചെയ്തില്ല. ഇവർ പോയി ഹൈക്കോടതിയിൽ പോയി അപ്പീൽ കൊടുത്തിട്ട് സ്റ്റേ വാങ്ങി. അതിന്മേൽ ഇപ്പോഴും ഒന്നും ആകാതെ അത് കിടക്കുകയാണ്. അപ്പോൾ സാധാരണ പാവപ്പെട്ടവരുടെ, ഞാനും പോയിരുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് മകനോടൊപ്പം എല്ലാ ഹിയറിങ്ങിന് ഞാൻ പോയിരുന്നു. അപ്പോൾ അന്ന് ഇതെല്ലാം കണ്ട് പഠിച്ചതാണ്. അവസാനം മനസ്സിലായി ഇത് ധാരാളം പാവങ്ങൾ ഇതുപോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും പോലീസുകാരുടെയൊക്കെ പേരിലുള്ള പരാതികളുമായിട്ട് ഇവിടെ വന്ന് മെനക്കെടുന്ന് കാണുന്നുണ്ട്. പക്ഷേ ഒരു വിധി വന്നാലും ഒരു ഉപകാരവുമില്ല. ഇനിയിപ്പം നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇതിൻ്റെ മേൽ ഈ അപ്പീലിന്മേൽ പെറ്റീഷൻ കൊടുത്തിട്ട് ഹൈക്കോടതിയിൽ പോയി വേറെ വക്കീലന്മാരൊക്കെ വേണ്ടി വെച്ച് വാദിക്കണം. അതിനും പേര് ഇവിടെ നമുക്ക് ക്രിമിനൽ കേസ് കൊടുക്കുകയാണ് സാധാരണ കോടതിയിൽ. അതിന് പാങ്ങില്ലാത്തവരാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അടുത്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെ മെനക്കെടുത്താമെന്നും സർക്കാരിന് കുറേ പണം ചിലവാക്കാമെന്നും മാത്രമേ കാര്യമുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. അതുമാത്രമല്ല, ഇങ്ങനെ പുറകെ നടന്ന് മകനെ ഉപദ്രവിച്ചവരെ ശിക്ഷിപ്പിച്ച് അതിനുള്ള സാമ്പത്തികമോ അല്ലെങ്കിൽ സമയമോ നമുക്ക് ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിനൊന്നും ഞാൻ തൽക്കാലം ഒരു കാര്യമാണല്ലോ. അവരുടെ ഒരു ജോലിയിൽ നിന്നൊക്കെ പിന്നെ പിരിച്ചുവിടുന്ന ഒരു കുറ്റക്കാരാണെങ്കിൽ പോലും അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ അവരുടെ കുടുംബമൊക്കെ അനുഭവിക്കും എന്ന് നമുക്കറിയാമല്ലോ. ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ജോലിയിൽ നിന്നൊരു ഇൻക്രിമെൻ്റ് കട്ട് ചെയ്യുന്നത് പോലും
വളരെ വലിയ വിഷമമാണ് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും സർക്കാരിൻ്റെ ശമ്പളം പറ്റി ജീവിക്കുന്ന ആളിനെ സംബന്ധിച്ചും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സങ്കടങ്ങളും അതുപോലെ തന്നെ ഈ കോപമെല്ലാം എൻ്റെ എഴുത്തിലൂടെ ഞാൻ പ്രകടിപ്പിച്ചെന്ന് തീർത്തു എന്നേ ഉള്ളൂ.